ദേവനാഥ് മാത്രം സൺഡേ സ്കൂളിന്റെ ജൂനിയർ ഗ്രേഡിന്റെ ക്വാർട്ടർ 1 അതിന്റെ അവസാനത്തെ ലെസനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. 12ാമത്തെ അധ്യായം, പഴയ നിയമ യാഗ ചരിത്രം. കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടു യാഗത്തിന്റെ ഉദ്ദേശവും അതിന്റെ അർത്ഥവും. യാഗങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന് ഒരു നന്ദി അർപ്പണമായി കഴിക്കുന്ന ഒരു ആരാധനയാണ്. ഇപ്പോഴത്തേക്ക് ആരാധന പോലെയായിരുന്നു പഴയ നിയമകാലത്തെ യാഗങ്ങൾ. ഇന്ന് നമ്മൾ പഠിക്കുന്നു യാഗത്തിന്റെ ചരിത്രത്തെ പറ്റി. പഴയ നിയമ ചരിത്രം എന്ന് പറയുന്നത് തന്നെ നമുക്ക് 5ആയിട്ട് തിരിച്ച് പഠിക്കുന്നതാണ് നല്ലത്. അപ്രകാരമാണ് നമ്മുടെ പുസ്തകത്തിൽ തിരിച്ചിരിക്കുന്നത്. 1 മോശയ്ക്ക് മുമ്പുള്ള കാലം, 2ാമത്തത് മോശയ്ക്ക് ശേഷമുള്ള കാലം, 3ാമത് ആയിട്ട് കിടക്കുന്നത് രാജവാഴ്ചയുടെ കാലം, 4ാമത് ബാബേൽ പ്രവാസത്തിന് ശേഷമുള്ള കാലം, 5ാമതായിട്ട് പ്രവാചകന്മാരുടെ കാലം. ഈ 5 കാലഘട്ടങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ പഴയ നിയമ യാഗ ചരിത്രം നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. 1ാമതായിട്ട് നമുക്ക് നോക്കാം മോശയ്ക്ക് മുൻപുള്ള കാലം. മോശയ്ക്ക് മുൻപുള്ള കാലഘട്ടം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബൈബിള് തുടങ്ങുന്ന ഉൽപ്പത്തി മുതലുള്ള സമയമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യമായിട്ട് നാം കാണുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നെ ഓരോ ദിവസവും സൃഷ്ടിയെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. 6ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു. പിന്നെ നമുക്കറിയാം ആദാമും ഹവ്വയും ഏദൻ തോട്ടത്തിലായിരുന്നു എന്നെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ യാഗത്തെ പറ്റി ആദ്യമായിട്ട് കാണുന്നത് ഈ ആദാമിന്റെയും ഹവ്വയുടെയും മക്കളായ കയീനും ഹാബേലും കഴിക്കുന്ന യാഗമാണ് ആദ്യമായിട്ട് നമ്മളവിടെ കാണുന്നത്. ആ യാഗത്തെ പറ്റി നമുക്ക് നോക്കാം. ഉൽപ്പത്തി 4ാം അധ്യായത്തില് കയീനും ഹാബേലും യാഗം കഴിക്കുന്നതായിട്ട് നാം കാണുന്നു. കയീൻ ചെയ്തത് ഭോജനയാഗമാണ്, കയീൻ്റെത് ഭോജനയാഗമാണ്. എന്നാൽ ഹാബേലിൻ്റെത് ദഹനയാഗമായിരുന്നു. ഭോജനയാഗം എന്ന് പറഞ്ഞാൽ ഭക്ഷ്യസാധനങ്ങളാണ്, അഥവാ കൃഷി സാധനങ്ങളൊക്കെ യാഗം കഴിക്കുന്ന ഭോജനയാഗം എന്ന് പറയും. എന്നാൽ രക്തചൊരിച്ചിലുള്ള യാഗമാണ് ദഹനയാഗം. ഹാബേൽ യാഗം കഴിച്ചത് ആട്ടിൻകുട്ടിയാണ്, അത് രക്തചൊരിച്ചിലുള്ള യാഗമാണ്. എന്നാൽ നമുക്കറിയാമല്ലോ കയീന്റെ യാഗത്തില് ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിന്റെ യാഗത്തിലാണ് ദൈവം പ്രസാദിച്ചത്. സാധാരണ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, കയീന്റെ യാഗം രക്തചൊരിച്ചിലില്ലാത്ത യാഗം ആയതുകൊണ്ടാണ് ദൈവം പ്രസാദിക്കാത്തതെന്ന്. എന്നാൽ കയീന്റെ മനോഭാവമാണ് ദൈവത്തിന് അവിടെ ഇഷ്ടപ്പെടാത്തത്. അതുകൊണ്ടാണ് കയീന്റെ യാഗത്തിന് ദൈവം പ്രസാദിക്കാതിരുന്നത്. എല്ലാ യാഗത്തിനും രക്തചൊരിച്ചിൽ വേണ്ട. അതിനെ പറ്റിയൊക്കെ വിശദമായിട്ട് നമ്മൾ അടുത്ത ക്വാർട്ടറിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പത്തി 8ാം അധ്യായത്തിൽ വരുമ്പോഴേക്കും നോഹ ദൈവത്തിന് സൗരഭ്യവാസനയുള്ള യാഗം അർപ്പിച്ചിരുന്നതായിട്ട് നാം കാണുന്നു. നമുക്കറിയാം ജലപ്രളയത്തിന് ശേഷം പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചപ്പോൾ നോഹയും കുടുംബവും പുറത്തിറങ്ങി ഈ സകല ഭൂമിയും നശിച്ച് സകല ചരാചരങ്ങളും നശിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. എന്നാലും ദൈവം അവരെ രക്ഷിച്ചു. അപ്പോൾ ദൈവത്തിന് സൗരഭ്യവാസനയെ അവിടെ ഒരു യാഗം അർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഉൽപ്പത്തി 22ാം അധ്യായത്തിലേക്ക് അബ്രഹാമും ഇസഹാക്കും ഒക്കെ യാഗം കഴിക്കുന്നതായിട്ട് നാം കാണുന്നു. അപ്പോൾ മോശയ്ക്ക് മുമ്പുള്ള യാഗചരിത്രം, മോശയുടെ കാലഘട്ടത്തിന് മുമ്പുള്ള യാഗചരിത്രത്തിൽ പ്രസക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന യാഗങ്ങൾ ഇവയൊക്കെയാണ്. ഇനി മോശയ്ക്ക് ശേഷമുള്ള കാലഘട്ടം നോക്കാം. നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് മോശ മുതൽ ശമൂവേൽ വരെയുള്ള കാലഘട്ടമാണ്. നമുക്കറിയാമല്ലോ മോശയുടെ ജനന സമയത്ത് ഇസ്രായേൽ ജനം മിസ്രൈമില് അടിമകളായി താമസിക്കുകയായിരുന്നു. അവരവിടെ അടിമവേല ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും വിടുവിച്ചു. എന്നാൽ അവരെ കനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടായിട്ട് നമുക്ക് കാണാം. അപ്പോൾ തന്നെ സീനായ് മലയിൽ വെച്ച് ജനം ദൈവവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുന്നു. അവിടെ ഒരു യാഗം കഴിച്ചിട്ട് ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുന്നതായിട്ട് നമുക്ക് പുറപ്പാട് 24ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നു. അത് ഒരു പ്രത്യേക യാഗം ആയിരുന്നു. അവര് കനാനിൽ ചെന്നെത്തിയതിനു ശേഷം, ഇസ്രായേൽ മക്കൾ കനാനിൽ എത്തിയതിനു ശേഷം പല സ്ഥലങ്ങളിൽ യാഗം കഴിച്ചായിട്ട് നമുക്ക് കാണാം. യാഗത്തിന്റെ പ്രധാന സ്ഥലം ഷീലോവിലായിരുന്നു. 1 ശമൂവേൽ 1:3 നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യാഗം കഴിക്കുന്ന പ്രധാന സ്ഥലം ഷീലോവിലായിരുന്നു. ജനമൊക്കെയും വർഷാന്തര ഉത്സവങ്ങൾക്കായി ഷീലോവിൽ പോവുകയും അവിടെ യാഗം കഴിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാം. അതുപോലെ തന്നെ മിസ്പ, രാമ, ഗിബയ, ഗിൽഗാൽ തുടങ്ങിയ പല സ്ഥലങ്ങളിലും യാഗാർപ്പണം നടത്തിയിരുന്നു. 3ാമതായി രാജവാഴ്ചയുടെ കാലം. രാജാക്കന്മാരുടെ കാലത്ത് എപ്രകാരമായിരുന്നു യാഗങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇസ്രായേൽ ജനം തങ്ങൾക്കും ഒരു രാജാവ് വേണം, മറ്റു ജാതികൾക്ക് ഉള്ളതുപോലെ ഒരു രാജാവ് തങ്ങൾക്കും വേണമെന്ന് അന്നത്തെ പ്രവാചകനായിരുന്നു ശമൂവേലിനോട് ആവശ്യപ്പെട്ടു.
എന്നാൽ ശമൂവേൽ പ്രവാചകൻ ദൈവത്തോട് അരുളപ്പാട് അതിനെപ്പറ്റി ചോദിക്കുകയും ദൈവം ശമൂവേലിന് അരുളപ്പാട് ചെയ്തതുപോലെ ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ രാജാവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ശൗലാണ്. ശൗലിന്റെ കാലഘട്ടത്തിൽ ആരാധനയൊക്കെ നോബിലായിരുന്നു. അവിടെ വെച്ചായിരുന്നു യാഗങ്ങളൊക്കെ നടത്തിയിരുന്നത്. അടുത്തതായി ദാവീദ് രാജാവായപ്പോൾ അവിടെ നിന്ന് ആരാധനാലയം ഓർന്നാന്റെ കളത്തിലേക്ക് മാറ്റി. പിന്നീട് യാഗങ്ങളെല്ലാം അവിടെയാണ് നടത്തിയിരുന്നത്. കാരണം യഹോവയുടെ പെട്ടകവും ആ സമയം ഓർന്നാന്റെ കളത്തിലേക്ക് മാറ്റിയത് കൊണ്ട് യാഗങ്ങളൊക്കെയും അതിനകത്താണ് നടത്തിയിരുന്നത്. പിന്നീട് ശലോമോന്റെ ദേവാലയവും ഓർന്നാന്റെ കളത്തിൽ തന്നെയാണ് പണി കഴിച്ചത്. അപ്പോൾ യാഗങ്ങൾ അവിടെ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുള്ളവരെ ഈ ദേവാലയത്തെ പറ്റി, ദാവീദിന്റെ ആലയം ഓർന്നാന്റെ കളത്തിലുള്ള ആലയത്തെ പറ്റിയും അതുപോലെ തന്നെ ശലോമോന്റെ ആലയത്തെ പറ്റിയും സംശയമുള്ളവരെ ഈ ക്വാർട്ടറിൽ തന്നെ പാഠം 1ഉം 2ഉം ഒക്കെ റെഫർ ചെയ്യുക. അടുത്തതായി രാജാക്കന്മാർ പല സ്ഥലങ്ങളിൽ യാഗം നടത്തിയിരുന്നതായിട്ട് നമുക്ക് കാണാം. ഹിസ്കിയാവും യോശിയാവും എല്ലാം യെരുശലേം ദേവാലയത്തിലെ ആരാധനയെ മാത്രം പ്രോത്സാഹിപ്പിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാം. നാലാമതായി ബാബേൽ പ്രവാസത്തിന് ശേഷമുള്ള കാലഘട്ടം. നാം ഇപ്പോൾ കണ്ടു ശലോമോന്റെ സമയത്തുള്ള യാഗങ്ങളും അതിനുശേഷം പല രാജാക്കന്മാരും യാഗം കഴിച്ചിരുന്നതായിട്ടും പല രാജാക്കന്മാരുടെ വാഴ്ചകളും നടന്നിരുന്നതായിട്ടും നാം കണ്ടു. എന്നാൽ BC 586 ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ശലോമോന്റെ ദേവാലയം നശിപ്പിച്ചു. അതിനുശേഷം ജനത്തെയൊക്കെയും ബാബേലിലേക്ക് പ്രവാസികളായി കൊണ്ടുപോയി. അത് കാരണം തന്നെ ആരാധനയും യാഗവും ഒക്കെ താൽക്കാലികമായി നിർത്തിവെച്ചു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഈ പ്രവാസത്തിൽ പോയ ജനം മടങ്ങി വരികയും ഈ ശലോമോന്റെ ദേവാലയം പണിതിരുന്ന സ്ഥലത്ത് ദേവാലയം പണിയുന്നതിന് മുമ്പ് തന്നെ അവിടെ യാഗപീഠം പണിതതായിട്ടും യാഗം അർപ്പിച്ചതായിട്ടും നമുക്ക് കാണാം. പിന്നീട് ആ ദേവാലയം സെരുബ്ബാബേൽ പുതുക്കി പണിയുകയും അവിടെ യാഗങ്ങൾ നടക്കുകയും ചെയ്തു. എന്നാൽ സെരുബ്ബാബേലിന്റെ കാലഘട്ടത്തിന് ശേഷം സാധാരണ പോലെ ആരാധനകളും യാഗങ്ങളും ഒക്കെയും നടന്നിരുന്നു. BC 168 എപ്പിഫാനോസ് ഈ ഒരു ആലയത്തെ വന്ന് ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ എപ്പിഫാനോസ് അവിടെ ഒരു പന്നിയെ യാഗം കഴിച്ചതായിട്ട് നാം കാണുന്നു. പന്നിയെ യാഗം കഴിച്ചതിന്റെ ഭാഗമായിട്ട് യാഗപീഠവും ആലയവും ഒക്കെയും അശുദ്ധമായി, ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തിയാണ് അവിടെ നടന്നത്. അതിന്റെ ഭാഗമായിട്ട് അവിടെ അശുദ്ധമായി. അത് കാരണം ആരാധനയും യാഗങ്ങളും എല്ലാം കുറച്ച് നാളത്തേക്ക് തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് ആ യാഗപീഠം ശുദ്ധീകരിച്ചതിന് ശേഷമാണ് യാഗങ്ങളൊക്കെയും നടത്തിയിരുന്നത്. BC 20 ഹെരോദാവ് അതിനെ പുതുക്കി പണിതതായിട്ടും അവിടെ യാഗങ്ങളൊക്കെ നടന്നിരുന്നതായിട്ടും നമുക്ക് കാണാം. നമുക്കറിയാമല്ലോ, യേശുവിന്റെ കാലഘട്ടത്തിൽ അവിടെ ആ ദേവാലയത്തില് യാഗങ്ങളൊക്കെയും നടന്നിരുന്നു. എന്നാൽ AD 70 റോമാക്കാർ ആ ആലയത്തെ നശിപ്പിച്ചു. അതിനുശേഷം ആ ആലയത്തില് യാഗമൊന്നും നടന്നിട്ടില്ല. അത് പിന്നീട് പുതുക്കി പണിതിട്ടുമില്ല. ജനമൊക്കെയും സിനഗോഗുകളിലാണ് ആരാധിച്ചിരുന്നത്. സിനഗോഗുകളിലൊന്നും യാഗാർപ്പണം ഇല്ലായിരുന്നു. അഞ്ചാമതായി നാം കാണുന്നത് യാഗങ്ങളും പ്രവാചകന്മാരും. പ്രവാസത്തിന് മുമ്പായി പ്രവചിച്ചിരുന്ന പ്രവാചകന്മാർ പലരും ഈ യാഗത്തിന് എതിരായി സംസാരിച്ചിരുന്നു. ഉദാഹരണത്തിന് ആമോസ്, ഹോശേയ, യെശയ്യാവൊക്കെയും അവർ പറഞ്ഞിരുന്നത് അധർമ്മികൾ യാഗം കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, എന്നാൽ ന്യായവും നീതിയും ഒക്കെയും കാത്തു സൂക്ഷിക്കേണ്ടതാണ് വലിയ കാര്യമെന്ന് ഈ പ്രവാചകന്മാരൊക്കെയും പറഞ്ഞിരുന്നു. അതുപോലെ ജ്ഞാനിയായ ശലോമോനും ഇപ്രകാരം പറയുന്നു, അർത്ഥശൂന്യമായ യാഗത്തെക്കാളും സൽ സ്വഭാവമാണ് നല്ലത്. അപ്പൊ നാം കണ്ടല്ലോ, ഉൽപ്പത്തി മുതൽ രാജാക്കന്മാരുടെ കാലം വരെയും പല സ്ഥലങ്ങളിൽ പല രീതികളിലുള്ള യാഗങ്ങൾ നടന്നിരുന്നു. എന്നാൽ AD 70 ആ ഒരു യാഗം നിന്നുപോയെങ്കിലും ദൈവം യാഗത്തിൽ കൂടെ വിഭാവനം ചെയ്ത ആ ഒരു ആരാധന ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ ആരാധന ഈ ലോകം അവസാനിക്കുന്നത് വരെയും അങ്ങനെ തന്നെ തുടരും. ആരാധന എന്ന് പറയുന്നത് ഒരു ആചാരമല്ല, ദൈവത്തിന് നാം നന്ദി അർപ്പിക്കുന്ന ഒരു യാഗമാണ്. യാഗം അർപ്പിക്കുന്നവരൊക്കെയും വിശുദ്ധിയോടും ഭക്തിയോടും കൂടെയാണ് യാഗം അർപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ ആരാധിക്കുന്നവരും വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കണം. എന്നാൽ മാത്രമേ ദൈവം നമ്മുടെ ആരാധനയിൽ പ്രസാദിക്കുകയുള്ളൂ. ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇന്നത്തെ മനപ്പാഠവാക്യം നമുക്ക് നോക്കാം. മനപ്പാഠവാക്യം എബ്രായർ 9:11-12. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹോപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി
ആട്ടുകുട്ടന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അപ്പോൾ നമുക്ക് പുതിയ ലെസനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഗോഡ് ബ്ലസ് യു.